എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, അതുകൊണ്ട് പടച്ചവനെ, നമ്മളെല്ലാവരും ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടവരാണ്. ആ അസ്രായീൽ എന്ന് പറയുന്ന മലക്കുമൊന്ന് വിളിക്കുമ്പോ പോകണമല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണല്ലോ. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നു മാസങ്ങളെ മാത്രം പ്രായമുള്ളപ്പോ അല്ലാഹു എഴുതി വെക്കുന്നു, സിറാജേ, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് നീ ഇങ്ങനെയാണ് മരിക്കുന്നത്. അല്ലാ, അത് തട്ടിമാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. അതുകൊണ്ട് മരണം എന്തായാലും നമ്മളെ തേടി വരും. അതുകൊണ്ട് എൻ്റെ സ്നേഹനിധികളായ എൻ്റെ ഉമ്മമാരോട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിനകത്ത് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് മക്കളെ നോക്കാ, ഭർത്താവിനെ നോക്കാ, ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി തളർന്ന ശരീരവുമായി കിടന്നുറങ്ങേണ്ട സമയത്ത് വഅദ് കേൾക്കാൻ കടന്നു വന്ന ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നിങ്ങളുടെ പ്രായമുള്ള പെണ്ണുങ്ങൾ വീടിനകത്തിരുന്ന് സീരിയൽ കണ്ടിട്ട് കരയുകയാ. ആ സമയത്ത് ഈ ദുനിയാവിലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയ പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വരുന്ന വഴിയിൽ കഥാ കോഴിക്കോട് ബീച്ചിന്റെ പരിസരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും പടച്ചവരെ, ഔറത്ത് മറച്ചവരുണ്ട്, മറയ്ക്കാത്തവരുണ്ട്. ജനങ്ങൾ മുഴുവനും അവിടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടത്തെ ഉറൂസിന്റെ വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, അതാ ഗുളിക കിടിച്ചിട്ട് കിടന്നുറങ്ങേണ്ടവരുണ്ടല്ലോ. ഇൻസുലിൻ എടുക്കുന്ന വാപ്പമാരെ, നിങ്ങൾ ഉറക്കമൊഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നത് വെറുതെയല്ല, എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? അങ്ങ് മംഗലാപുരത്ത് നിന്ന് വരെ പടച്ചവനെ ഇവിടത്തെ ഉറൂസിൽ പങ്കെടുക്കാൻ കടന്നു വന്ന സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ, എങ്ങനെ മരിക്കണമെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ, എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയോ? എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയോ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ, ഈമാനില്ലാതെ മരിക്കല്ലേ. എങ്ങനെ മരിക്കണമെന്നറിയോ? തൊണ്ടക്കുഴിയിൽ അല്ലാഹുവേ 70 മുതൽ 70,000 മലക്കുകളടങ്ങുന്ന സൈന്യമുണ്ടല്ലോ. അല്ലാഹുവിന്റെ സൈന്യം നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരികയാ. കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിക്കാൻ തുടങ്ങി, മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ, അവസാനം സർവ മലക്കുകൾ കൈകാലുകൾ പിടിച്ചു വെക്കുന്ന സമയത്ത് തൊണ്ടക്കുഴിയിൽ നിന്ന് മലക്കുൽ മൗത്ത് അസ്രായീൽ എന്ന് പറയുന്ന റൂഹദ, ആ മലക്ക് നമ്മുടെ റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹാദത്ത് കലിമ പറയാതെ, സഹാദത്ത് കലിമ പറയാതെ നീ മരിക്കല്ലേ, നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുവോ?
മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചെയ്തു വെക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരാളും തൗബ ചെയ്യാതെ മരിക്കല്ലേ, ഒരാളും തൗബ ചെയ്യാതെ മരിക്കരുത്. അല്ലാഹുവേ പടച്ചവനെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ജീവിതത്തിൽ പിഴവ് പറ്റാത്ത ആരുമില്ല. കള്ളു കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിച്ചവരുണ്ട്. പക്ഷേ എങ്ങനെ ജീവിച്ചവരാണെങ്കിലും നീ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിരിക്കണം. നീ എവിടെ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കണം. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയിരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയുകയാ, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ മക്കളെ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. പടച്ചവനെ, നമ്മൾ മനുഷ്യരാ, മലക്കുകളല്ല. നമുക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. നമ്മളെ പിഴപ്പിക്കാൻ ഇബ്ലീസുമുണ്ട്, അവന്റെ അനുയായികളുണ്ട്. എല്ലാവരും നമ്മളെ പിഴപ്പിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റൂല. നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാ. പക്ഷേ ഏറ്റവും നല്ലവനാരെന്നറിയോ? ഏറ്റവും നല്ലവനാരെന്നറിയോ? പാപം ചുമക്കുന്നവനല്ല, പാപം ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ല. ചെയ്തു പോയ പാപം അല്ലാഹുവോട് ഏറ്റു പറയുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പൊറുക്കുമല്ലോ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. അതുകൊണ്ട് ഉസ്താദേ, ഞാൻ കള്ള് കുടിച്ചവനാണ്, ഞാൻ പെണ്ണ് പിടിച്ചവനാണ്, ഞാൻ പലിശ തിന്നവനാണ്, ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചവനാണ്, ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണെ നന്നാകാതെ നടക്കരുത്. നീ എത്ര വലിയ പാപം ചെയ്താലും നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ അള്ളയുണ്ടല്ലോ, നിന്റെ റബ്ബുണ്ടല്ലോ. ആ റബ്ബുണ്ടെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? പാപം ചെയ്യാത്ത ആരുമില്ല. എന്തിനാടാ ഭയപ്പെടുന്നത്? അല്ലാഹുവിനോട് ചോദിക്കാൻ നീ എന്തിനെ ഭയപ്പെടുന്നത്? ഖുൽയാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എന്തിനാ മോളെ പേടിക്കുന്നത്? നിന്റെ റബ്ബിന്റെ മുന്നിൽ ചോദിക്കാൻ എന്തിനാ മടി കാണിക്കുന്നത്? നിന്റെ റബ്ബാരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നിന്റെ റബ്ബ്. എന്നിട്ട് അല്ലാഹുവിന് സ്വർഗം കൊടുത്തെന്ന ഹദീസ് ഉണ്ടല്ലോ. എത്രയോ പെമ്മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവനല്ല പുറത്തു കൊടുത്തല്ലോ. മോളെ, നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണിന്റെ മയ്യത്ത് കബറുമാന്തിയിട്ട് കബറിന്റെ അകത്ത് കിടന്നിട്ട് വ്യഭിചരിച്ചവനല്ലാഹു പുറത്തു കൊടുത്തടാ. ചെറുപ്പക്കാരാ, നീ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? എത്ര വലിയ പാപം ചെയ്താൽ പടച്ച റബ്ബിന് കഴിയുമല്ലോ, അല്ലാഹു പുറത്തു തരുമല്ലോ. പക്ഷേ എന്തേ പൊറുക്കാത്തത്? എന്തേ പൊറുക്കാത്തത്? നമ്മളിൽ പലരും ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നില്ല. വെറുതെ പാപം പൊറുക്കെന്ന് പറഞ്ഞാ പോരാ. അല്ലാഹുവിന്റെ മുന്നിൽ പറയേണ്ടതുപോലെ പറയണം, പറയേണ്ടതുപോലെ പറയണം. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സന്ന ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബ് നിന്നെ,
അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാനോട് പറയേണ്ടതുപോലെ പറയണാമോര്. വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ ഒരു വാക്ക് പറഞ്ഞാ മതി. പറയേണ്ടതുപോലെ ഒരേ ഒരു വാക്ക് മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്നില്ല, പാതിരാത്രി കരയണമെന്നില്ല. പറയേണ്ടത് ഒരു വാക്കാണെങ്കിലും അല്ലാഹു പുറത്തു തരുമെന്ന് എത്രയോ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം പറയുകയാ. മൂസാ നബിയുടെ മുന്നിലേക്ക് ജനങ്ങൾ വന്നിട്ട് പറയുന്നു, മൂസ നബിയേ, മഴയില്ല നബിയേ, മഴയില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ, മൃഗങ്ങൾ പോലും ചത്തുപോവുകയാണ്, ഒന്നിനും കുടിക്കാൻ വെള്ളമില്ല നബിയേ. അല്ലാഹുവിനോട് പെടുന്ന ദുആ ചെയ്യുമോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ വന്ന് പറയുകയാ. മൂസാ നബി അവിടുന്ന് ഒരു ദിവസം ജനങ്ങൾ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എല്ലാവരോടും ഒരു ദിവസം അവിടുന്ന് ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അവിടുന്ന് ചരിത്രം പറയുകയാ. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരു ദിവസം അവിടുന്ന് ഒരുമിച്ച് കൂടുകയാണ്. 70,000-ൽ പരം വരുന്ന ആളുകളുണ്ട്, 70,000-ൽ പരം വരുന്ന ആളുകളുണ്ട്. എല്ലാവരും പടച്ചവര്, ആണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും ഗർഭിണികളും രോഗികളും 70,000-ൽ പരന്ന ജനസാഗരം ഒരുമിച്ച് കൂടുകയാ. മൂസാ നബി എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്യുന്നു. അല്ലാഹ്, മഴ തരണേ അല്ലാഹ്. അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. അവിടുന്ന് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടുന്ന് കൈപൊക്കിയിട്ട് ദുആ ചെയ്യുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹു മഴ തരൂല, അല്ലാഹു മഴ തരൂല. കാരണമെന്തെന്നറിയോ? കാരണമെന്തെന്നറിയോ? ഇരിക്കുന്ന ജനങ്ങൾക്ക് നടുവില് 40 വർഷമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. ഈ വരുന്ന 70,000 വരുന്ന ജനങ്ങൾക്ക് നടുവില് 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനുണ്ട്. അവനിവിടന്ന് പോകാതെ റബ്ബ് മഴ തരില്ല നബിയേ. അവിടുന്ന് ചരിത്രം പറയുകയാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്, ജനങ്ങളോട് വിളിച്ചു പറയുകയാ. ഇരിക്കുന്ന ജനങ്ങൾക്ക് നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല, അവൻ എഴുന്നേറ്റ് പോകണം. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുകയാണ്. ആരാണല്ലോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ച് നടന്നവനാരാ? പടച്ചവനെ, എല്ലാവരും അവിടുന്ന് പരസ്പരം നോക്കുകയാണ്. ആ ജനങ്ങൾക്ക് നടുവില് അല്ലാഹുവിനെ മറന്ന് നടന്ന മനുഷ്യനും ഇരിപ്പുണ്ട്. അവന് ചിന്തിച്ചു, അല്ലാഹ്, എന്നെ കുറിച്ചാണല്ലോ റബ്ബ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കുറിച്ചാണല്ലോ മൂസാ നബി പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങൾ എന്നെ അറിയുമല്ലോ അല്ലാഹ്, നാണം കെടുമല്ലോ അല്ലാഹ്. ആ മനുഷ്യൻ എന്തേ ചെയ്തതെന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവേ, ഇത്രയും കാലം ചെയ്തത് പാപമാണല്ലോ, എങ്ങനെ തൗബ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല, എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അല്ലാഹുവേ, ഇനി മുതൽ ഞാൻ നിന്നെ മറന്ന് ജീവിക്കില്ല അല്ലാഹ്. ഇന്ന്
ഇന്നുവരെ ചെയ്തത് മുഴുവനും നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല അല്ലാ. പടച്ചവനെ എന്റെ തൗബ നീ സ്വീകരിച്ച നീ മഴ തരണേ അല്ലാ. മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് പറയുകയാ, നിമിഷങ്ങൾ കഴിയുമ്പോ ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് അവിടന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി, അവിടന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. ഒരു മനുഷ്യനും എഴുന്നേറ്റ് പോയില്ല. എന്നിട്ടും അവിടന്നും മഴ പെയ്തല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന് അവിടന്ന് അത്ഭുതമായി, അല്ലാഹുവേ എങ്ങനെയാണ് മഴ പെയ്തത്, എങ്ങനെയാണ് മഴ പെയ്തത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ പാപം ചെയ്ത മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തു. അവന് തൗബ ചെയ്ത സന്തോഷത്തിൽ മഴ കൊടുത്തതാണ് മൂസാ. പടച്ചവനെ പെങ്ങള്, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇഖ്ലാസോടുകൂടി വേണമെന്നും പറയാ, ഇഖ്ലാസോടുകൂടി വേണം തൗബ ചെയ്യാൻ. അതുകൊണ്ട് വെറുതെ നടന്നാ പോരാ പെങ്ങള്. പാപം പൊറുക്കണമെങ്കിൽ ഒരുപാട് നിലവിളിക്കണമെന്നില്ല, ഒരുപാട് കരയണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, പറയുന്നത് ഒരു വാക്കാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, പറയണം പെങ്ങളെ. മക്കളെ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? അല്ലാഹുവിനോട് പറയണം, അസ്തഗ്ഫിറുല്ലാഹൽ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞല്ലോ, ഇസ്തിഗ്ഫാർ തൗബയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടേ മരിക്കാവൂ, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. ഇസ്തിഗ്ഫാർ പറഞ്ഞോ, ഇസ്തിഗ്ഫാർ പറഞ്ഞോ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ. ഇസ്തിഗ്ഫാർ തൗബയാ. ഇമാം ഗസ്സാലി തങ്ങളുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് പാപം പൊറുത്തവന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. അതുകൊണ്ട് സമയമുണ്ട് മക്കള്, സമയമുണ്ടടാ. അല്ലാഹുവിന്റെ മുന്നിൽ ഏതുവരെ സമയമുണ്ടെന്നറിയുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിറു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഏതുവരെ എന്നറിയുമോ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം വരെ നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകളോടും പെണ്ണുങ്ങളോട് അവിടെ ആത്മാർത്ഥമായിട്ട് പറയുകയാ, തൗബ ചെയ്യാതെ പിരിയല്ലേ. എത്ര സമയമായാലും, പാതിരാത്രി എത്ര മണിയായാലും ഇവിടെ ഇരുന്നു കൊണ്ട് 10 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട്, 10 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ദുആ ചെയ്തു പിരിയുകയാ. മനസ്സിൽ നിയ്യത്ത് ചെയ്യ്, മനസ്സിൽ നിയ്യത്ത് ചെയ്യ്. പ്രതിഫലം എന്തെന്നറിയോ? പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാവരും ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് തൗബ ചെയ്തിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തത് മുഴുവനും ഈ മഖാമിന്റെ മുന്നിൽ കഴുകി കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് രാത്രി നമ്മളെ വീട്ടിലേക്ക് കടന്നുപോയി, രാവിലെ വിളിക്കുമ്പോ എഴുന്നേറ്റില്ല, ഈ കിടപ്പില് കിടന്നങ്ങോ മരിച്ചു പോയാ നാളെ രാവിലെ വരക്കൽ പള്ളിയിൽ വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
മരണവാർത്ത വിളിച്ചു പറയുമല്ലോ. ജനങ്ങൾ മുഴുവനും വീട്ടിലേക്ക് ഒഴുകുമല്ലോ. അവസാനം വീടിന്റെ പരിസരത്ത് നിന്നെ എടുത്ത് കടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് റബ്ബേ, കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഏറ്റവും വില കുറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത 3 കഷ്ടമ തുണിയുണ്ടല്ലോ, ആ തുണിക്കകത്തേക്ക് നമ്മളെ മലർത്തി കിടത്തുമല്ലോ. എന്നിട്ട് പടച്ചവനെ കുറച്ച് പഞ്ഞി എടുത്തിട്ട് അതിനകത്ത് സുഗന്ധം തേച്ചിട്ട് മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നാളെ നിലവിളിയാ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അതാ വെള്ള തുണിയുടെ മുകളിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് നിന്റെ മൂക്കിൽ പഞ്ഞി വെക്കുമല്ലോ. എന്നിട്ട് എല്ലാവരും കൂടെ നിന്നെ അങ്ങ് പൊതിയുമല്ലോ. നിന്റെ കുടുംബക്കാര് പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാ. പടച്ചവനെ കാണാൻ വല്ലാത്ത തിരക്കാ. എല്ലാരും നിന്നെ കാണാൻ വല്ലാത്ത തിരക്ക് കൂടുമ്പോ നിന്റെ കൂടെ പറപ്പ് തന്നെ പറയുകയാ, കണ്ടതൊക്കെ മതി, പൊതിഞ്ഞോ, ഒഴിച്ചിടണമല്ലോ, കബറടക്കണമല്ലോ. അവിടെ നിന്ന് പള്ളിയിൽ കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകുമ്പോ തൗബ ചെയ്ത് മരിച്ചവര്, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് മരിച്ചവര്, ഇന്ന് ഈ മജ്‌ലിസിലിരുന്ന് ദുആ ചെയ്തിട്ട് പോയ ഉമ്മ, നീ എത്ര വലിയ പാപം ചെയ്തവളാണെങ്കിലും, നീ എത്ര വലിയ ദ്രോഹം ചെയ്തവളാണെങ്കിലും, ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ പറഞ്ഞിട്ട് പോയാ, ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ നിനക്കല്ല തരുന്ന പ്രതിഫലം ഞാൻ പറയൂല. എന്തിനാ നിനക്ക് തരുന്നത് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വരക്കൽ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിനക്കൊരുക്കി വെച്ചിരിക്കുന്ന 6 അടി മണ്ണിന്റെ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ നമസ്കാരം കഴിഞ്ഞിട്ട്, പള്ളിയിൽ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ജനാസ ഖബറിലേക്ക് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഖബറാളികൾക്ക് എന്ത് സന്തോഷം എന്നറിയോ? പള്ളിപ്പറമ്പില് പെരുന്നാളിന്റെ ആഘോഷമാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾക്ക് മുഴുവനും പെരുന്നാളിന്റെ സന്തോഷവാ. എന്തേ കാരണമെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാ ഖബറിന്റെ പരിസരത്ത് കിടക്കുന്നവർക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്ത ഒരു പാവ, അല്ല ഞാൻ കള്ളു കുടിച്ചല്ല, ഇനി കുടിക്കൂല. അല്ല റബ്ബേ, ഞാൻ വ്യഭിചരിച്ചല്ല, ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല. അല്ല ഒരുപാട് നിസ്കാരം മുടക്കി, എൻ്റെ ഇക്കാനെ ഞാൻ ചതിച്ചു, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ജീവിച്ച അവളെ ഞാൻ വഞ്ചിച്ചു. അല്ല ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ എന്ന് അള്ളാഹുടെ മുന്നിൽ കരഞ്ഞു പറഞ്ഞു മരിച്ച നിന്റെ മയ്യത്ത് കൊണ്ടുവച്ച നിന്റെ പരിസരത്ത് കിടക്കുന്നവന് പോലും അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലല്ലാ, ഇവനെക്കാരും വലിയ കൊലകൊമ്പന്മാര് പറഞ്ഞിട്ട് ഞാൻ അനങ്ങിയിട്ടില്ല. അല്ല, ഇവനെക്കാരും എത്രയോ വലിയവര് കിടന്നിട്ട് എത്ര വഴുത് പറഞ്ഞ് ഞാൻ അനങ്ങിയിട്ടില്ല. നാളെ നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോ കബറാളികൾ പോലും നിന്നെ ശപിക്കും. എടാ നശിച്ചവനെ, അല്ലാഹ് തന്ന അവസരം കളഞ്ഞല്ലോടാ. റബ്ബ് നിനക്കൊരുപാട് അവസരം തന്നില്ല, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല, ഞങ്ങൾക്ക് പോലും തൗബ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അല്ലാഹ് നിനക്ക് ചാൻസ് തന്നിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതുകൊണ്ട് പെങ്ങളെ, പാപം ചെയ്തവരാ നമ്മളൊക്കെ. അള്ളാഹിനോട് പറ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. കാശ് കൊടുക്കണ്ടല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തൗബേന. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവം അള്ളാഹു പുറത്തു തരും.
പക്ഷെ നമ്മുടെ ഉമ്മമാർ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടുണ്ടാ, കയ്യിലോട്ട് മറ്റേ തസ്ബീഹ് കെറ്റ് അസ്തഗ്ഫിറുല്ലാ 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 അടിയ. ടി വിയുടെ മുന്നിലിരുന്ന് അസ്തഗ്ഫിറുല്ലാ, പരദൂഷണം പറയുമ്പോഴും അസ്തഗ്ഫിറുല്ലാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടൊരു ഉസ്താദ് പറഞ്ഞു, തെറ്റുകൾ കണ്ട അസ്തഗ്ഫിറുല്ലാ പറയണം. പണ്ടൊരു ഉസ്താദ് വഴുത് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഉസ്താദ് ഔറത്ത് മറയ്ക്കാതൊക്കെ നടന്നു പോകുന്നു, അപ്പോൾ നമ്മളെന്ത് കണ്ട അസ്തഗ്ഫിറുല്ലാ പറയണം. പിറ്റേ ദിവസം കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ പോസ്റ്റിൻ്റെ മുകളിൽ ഇരിക്കുക. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ. എല്ലാവരും ചോദിച്ചു എവിടെ എളിയാന്ന്, എല്ലാവരും ചോദിച്ചു എവിടെയെന്ന്. കാരണം എന്തേ? ഉസ്താദ് പറഞ്ഞെന്താ, എന്തെങ്കിലും തെറ്റ് കണ്ട അപ്പോഴും അതാ നമുക്ക് അസ്തഗ്ഫിറുല്ലാ, നമ്മുടെ അസ്തഗ്ഫിറുല്ലാ ഒന്നും പറയാതിരിക്കല നല്ലത്. എല്ലാവർക്കും അറിയാൻ ചെയ്യണത് പാപമാണെന്നറിയാം, തിരുത്താൻ മനസ്സില്ല. ചെയ്യുന്നത് തെറ്റുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനേക്കാളും വലിയ അക്രമമുണ്ടോ? അതുകൊണ്ടാണ് തഴവ് ഉസ്താദ് പറഞ്ഞത്, പൊറുക്കൻ്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്ന. നമ്മൾ അവസാനം പറയുക അല്ലാ ധിക്കരിച്ച് ചെയ്ത, അതായത് അല്ല കാണുന്നുണ്ട അല്ലേ? നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ല കാണുന്നുണ്ടെന്ന്, എന്നിട്ടും ചെയ്ത അല്ല കണ്ട എനിക്കൊരു ചുക്കുമില്ല. അതന്നെ നമ്മൾ ചിന്തിച്ചു വയ്ക്കുക സഹോദര. ഏറ്റവും വലിയ പാപം എന്തെന്നറിയൂ? നമ്മളൊന്നും ശിർക്കൊന്നും ചെയ്യൂല. നിങ്ങൾ ചിന്തിച്ചേ, ഏറ്റവും വലിയ പാപം നമ്മൾ വീടിനകത്ത് ആരും കാണാതെ ഇരുന്നൊരു പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം മൊബൈലിനോട് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആരെങ്കിലും വരുന്ന ശബ്ദം കേട്ടാൽ അപ്പം എടുത്ത് മാറ്റും. പാപ്പയോ ഉമ്മയോ ആരെങ്കിലും നമ്മുടെ റൂമിലേക്ക് കയറി വരുന്നത് കണ്ടാൽ ഉടനെ ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു മാറും. ആ മനുഷ്യൻ്റെ വില പോലും അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. കേവലം ഒരു മനുഷ്യൻ കയറി വന്നപ്പോൾ നീ ഇവൻ ഇത്രയും ഭയന്നു. നീ അള്ളാഹ്ക്ക് കൊടുത്ത സ്ഥാനം ആലോചിച്ച് നോക്കിയേ. അള്ളാഹ്ക്ക് ഒരു വിലയും നീ കൊടുത്തില്ലല്ലോ. എത്ര വലിയ പാവാ സഹോദരൻ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഇത് ചിന്തിക്കാത്തതാ. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് പാവങ്ങൾ ചെയ്യാൻ തോന്നുകയാണ്, ഇപ്പോഴും ഞാൻ നശിച്ചു, എൻ്റെ തെറ്റിലേക്ക് ഞാൻ പോകാം. എന്താ വഴി? മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, പറയടാ മോനെ, അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി. മോനെ, അള്ളാഹിനെ കുറിച്ചുള്ള അല്ല കാണുന്നുണ്ട്, അള്ളയാ സാക്ഷി, വേറെ ആരുമല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റുകൾ നിത്യം ഇവിടെ ചെയ്യാത്ത ആരുമില്ല സഹോദരൻ. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. ഈ പ്രസംഗിക്കണ എൻ്റെ തനി സ്വഭാവം. ഞാനിങ്ങനെ എല്ലാവരും വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് മുത്താൻ വരും. ഈ ഉസ്താദന്മാരൊക്കെ ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഒരുപാട് പ്രായമുള്ളവർ വരെ ഞാൻ എൻ്റെ റബ്ബേ, എൻ്റെ സ്വഭാവം എന്താണെന്ന് അള്ളാഹ്ക്ക് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. മനുഷ്യന്മാരല്ല കാക്കുമാറാകട്ടെ. നമ്മുടെ സ്വഭാവം നമുക്കല്ലേ അറിയൂ. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മൾ ചിന്തിക്കേണ്ടതാ. നമ്മുടെ യഥാർത്ഥ പാപങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ ആരും അറിയുന്നില്ല. നമ്മൾ അള്ളാനെ പയ്യില്ലല്ലോ നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുക. അള്ളാനെ ഭയക്ക്. അള്ളാനെ ഭയന്ന് ജീവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിഫലം നമുക്ക് തരുന്നു. എല്ലാവരും പാപം ചെയ്യുന്നവരാ, ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ഈ ചെയ്ത പാപമൊക്കെ ചുമക്കരുത്, അത് ഇറക്കി വെക്കണം. അത് എത്ര വലിയ പാപമാണെങ്കിലും അള്ളാഹുടെ മുന്നിൽ പറഞ്ഞ് നന്നാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹോദരിമാരെ, 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അടുത്ത് ഇവിടെ വഴുതൽ വന്നിട്ട് ജനശതാബ്ദിയിൽ ഇങ്ങനെ കയറിപ്പോവാ. ജനശതാബ്ദിയിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ, ഞാനിങ്ങനെ റെയിൽവേ ഇറങ്ങിപ്പോവാ. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ അപ്പുറത്തൊരു മുസ്ലിം താത്ത ഇരിക്കുക. ഈ താത്ത കരയുക. എൻ്റെ അപ്പുറത്തെ സീറ്റിലിരിക്കണ ഒരു താത്ത ഇങ്ങനെ കരയുന്നുണ്ട്. ഗ്ലാസ്സിൽ കൂടെ കാണാൻ ഇടയ്ക്ക് മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുക. സാധു പടച്ചോനെ, നമ്മൾ വിചാരിച്ചു വല്ല സങ്കടം എന്താപ്പാ, വല്ല അസുഖമോ അല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രിയിലോ മരണ വീട്ടിലോ പോകാനും. അവസാനം ഇറങ്ങി പോകുമ്പോഴാണ് അറിയണേ ഈ താത്ത സീരിയൽ കണ്ടിട്ട് കരയാപ്പ. ഒന്ന് ആലോചിക്ക. വല്ലാഹി കള്ളം പറഞ്ഞല്ല, പടച്ചോനും 10-30 ഈ താത്ത ട്രെയിനിൽ ഇരുന്നിട്ട് മൂക്ക് വരെ ഇങ്ങനെ പിഴിയാ. സാധു എന്താപ്പാ നിങ്ങളെ ചിരിക്കണത് ഇല്ലേ? നിങ്ങളെ കരയണതോ ആരും കാണുന്നില്ല. ആ കരച്ചൽ അള്ളാനെ ഓർത്ത് കരഞ്ഞിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടേനെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് തെറ്റുകൾ ചെയ്യാൻ അള്ളാനെ ഭയക്കടോ ചങ്ങാതി. റബ്ബിനെ നമുക്ക് തൗബ ചെയ്യാൻ സമയം കിട്ടൂലല്ലോ. തൗബയുടെ വാതിലടഞ്ഞു പോയാൽ അതുകൊണ്ടാ പറഞ്ഞത് എല്ലാ ദിവസവും രാത്രി തൗബ ചെയ്തിട്ടേ 6 കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 6 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങരുത്. ഓരോ മനുഷ്യനും ഉറങ്ങുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തു വെക്കണമെന്നാണ്. 6 കാര്യം ചെയ്യാതെ ഉറങ്ങിപ്പോകരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
അതിൽപ്പെട്ട ഒരു കാര്യമാണ് തൗബ ചെയ്തിട്ടേ ഉറങ്ങാവൂ. അതിന് കരയണം വിളിക്കണമെന്നും പറഞ്ഞില്ലല്ലോ. ഒരു അസ്തഗ്ഫിറുല്ലാ പറ ആത്മാർത്ഥമായിട്ട്. അസ്തഗ്ഫിറുല്ലാ ആത്മാർത്ഥമായിട്ട്. ഇമാം ഗസാലി തങ്ങളുടെ ചരിത്രം പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അസ്തഗ്ഫിറുല്ലയെ കുറിച്ചാ ഇമാം ഗസാലി തങ്ങൾ പ്രസംഗിക്കുക. ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവൻ കയറി വരിക വഴുതേക്കാൻ. ഏറ്റവും വൃത്തികെട്ടവനെ വഴുതേക്കാൻ വരണേ. ഓനെ കാണുമ്പോൾ തന്നെ ആൾക്കാർ നീങ്ങിയിരുന്നു. ഓ നേരെ കയറി വന്നു വയലിൻ്റെ സദസ്സിലിരുന്നു. ഇമാം ഗസാലി തങ്ങൾ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പ്രസംഗിക്കുക. അവിടെ നിന്ന് പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞ അള്ളാഹ് പുറത്തു കൊടുക്കും. അപ്പോൾ ഓൻ എഴുന്നേറ്റിട്ട് ചോദിക്കുക, ഞാൻ പറഞ്ഞ അള്ളാഹ് പുറത്തു തരൂ. അപ്പോൾ ഓൻ ആരാന്ന് എന്ത് ചോദിക്കുക? ഇവൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുക, ഞാൻ ചോദിച്ച അള്ളാഹ് പുറത്തു തരുമോ? എടാ നിന്നെ പോലെ 100 എണ്ണത്തിന് അള്ളാഹ് പുറത്തു കൊടുക്കൂടാന്ന് പറഞ്ഞു. ഓ മിണ്ടാതെ അവിടെ ഇരുന്നു. എന്നിട്ട് ഇവൻ അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, എൻ്റെ പാവം പുറത്തു തരണേ അല്ലാഹ്, എൻ്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്. എന്നിട്ട് ഓൻ പറയുക, എൻ്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ എനിക്ക് അടയാളം കാണിച്ചു തരണം. എൻ്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ എനിക്ക് അടയാളം കാണിച്ചു തരണം. 3 അടയാളങ്ങൾ ചരിത്രം പറയുക. ഓൻ പറഞ്ഞു, 1, എനിക്ക് ഇൽമ പഠിക്കാൻ നിന്റെ ഇൽമ എനിക്ക് തരണം. അള്ളാഹുവേ നിന്റെ ഇൽമ എനിക്ക് തരണം. 1, ഈ മനുഷ്യൻ പറയുന്നു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ പാപം പൊറുക്കും. അല്ലാഹ് നീ ഒരിക്കലും ഞാൻ ചെയ്യില്ല, അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പാപം നീ പുറത്തെങ്കിൽ, എൻ്റെ തൗബ സ്വീകരിച്ചെങ്കിൽ എനിക്ക് നിന്റെ ഇൽമ പഠിക്കാൻ ആഗ്രഹം തരണം, എനിക്ക് ഇൽമ തരണം. 2, പടച്ചോനെ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം നീ തരണം. 3, എൻ്റെ ശബ്ദം നീ തുറന്നു തരണം, ഏറ്റവും മനോഹരമായ ശബ്ദം. അവസാനം സദസ്സ് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ ഈ മനുഷ്യൻ അള്ളാഹു ഇൽമ പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്തു. ഇമാം ഗസാലി തങ്ങളെടുത്ത് വിട്ട് പറഞ്ഞു, എനിക്ക് ഇൽമ പറഞ്ഞു തരാൻ. നിമിഷങ്ങൾക്കുള്ളിൽ അള്ളാഹു റിസൾട്ട് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുക, അദ്ദേഹം ഒരു ഖുർആനോ എന്തെങ്കിലും പാരായണം ചെയ്താൽ പറന്നു പോകുന്ന പറവകൾ പോലും വന്നിരുന്ന് കേൾക്കും. അത്രയും യേശുദാസിനെക്കാളും നല്ല ശബ്ദം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലിൽ എല്ലാ ദിവസവും രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അസ്തഗ്ഫിറുല്ലാ ജീവിതത്തിൽ പറയുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 70 പ്രാവശ്യം പറയാൻ. സഹാബത്ത് ചോദിച്ചു, അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി എന്തിനാ നബി 70 എന്ന് പറഞ്ഞേ? ഒരാൾ ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സമയമുണ്ട്. തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് നീ അള്ളാഹിനോട് തൗബ ചെയ്താലും അള്ളാഹു നിന്റെ പാപം പൊറുക്കും. അള്ളാഹു ഗഫൂറ, അള്ളാഹു റഹീമ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തട്ടെ എന്ന് കാത്തിരിക്കരുത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 10:40 ഇൻഷാ അല്ലാഹ്. 10:30 വരെയായിരുന്നു ഉദ്ദേശിച്ചത്. 8 മിനിറ്റ് കൂടുതലായി. എന്ത് വേണം? ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? ആഗ്രഹം ഉണ്ടെങ്കിൽ കൈവയ്ക്കുക. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടാ. മോതിരമൊക്കെ ഉണ്ട്, ഇത് തിരിച്ചു കൊണ്ടുപോകണ്ട. നാളെ എന്തായാലും നിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാനുള്ളതാ. അതുകൊണ്ട് എല്ലാം ഇന്നത്തോടു കൂടി കൊടുത്തിട്ട് പൊക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.